ധൈര്യത്തിന് അടിസ്ഥാനം എന്തായിരുന്നു? വേണം ആ ധൈര്യത്തിന് ഒരു അടിസ്ഥാനം വേണമല്ലോ. ഏതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് എവിടെ നിന്നോ കിട്ടുന്നു എന്നുള്ള ആശയപരമായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എൻ്റെ അത്ഭുതം തോന്നുന്ന ചില അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ പേരിൽ കുട്ടികളെ തർക്കിച്ചിട്ടുണ്ട്. സാധാരണ കുട്ടികളൊക്കെ തന്നെ ദൈവം അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനത് ഇല്ല എന്ന് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പ്രൈമറി സ്കൂളിൽ പോലും പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് കൂട്ടിനെന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും പോലും. അപ്പോൾ അത് ഒരു പക്ഷേ എൻ്റെ മൂത്ത ചേട്ടൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റൊക്കെ ആയിരുന്നു. വി കെ രാജൻ്റെ ഗുരു പോലെ ആയിരുന്ന ഒരാളായിരുന്നു എൻ്റെ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം ആയേക്കാമെന്നുള്ളതുണ്ട്. പക്ഷേ ഇതിന് ആശയപരമായി ഒരിക്കൽ പോലും ഒരു ദൈവസങ്കല്പമോ അതുപോലൊരു പ്രകൃത്യതീത ശക്തിയോ അങ്ങനെയുള്ള ഒന്നിനും ഞാൻ ഇതുവരെ ആശ്രയിച്ചിട്ടില്ല. അപ്പോൾ പൊതുവിൽ എൻ്റെ തന്നെ ഒരു അന്വേഷണത്തിൻ്റെ, അതായത് സത്യസന്ധമായൊരു സമീപനം, സത്യത്തോടുള്ളൊരു തരം ഒരു വല്ലാത്ത ഇതുണ്ട്. അതാണ് എൻ്റെ ബേസായി നിന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു, സത്യാന്വേഷണം എന്നുള്ളത്. സായുധ വിപ്ലവത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒളിവിൽ കഴിയുന്ന കാലത്ത് വേണു നിത്യ ചൈതന്യയെ കണ്ട് സംസാരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിശ്വാസപരമായ പതർച്ച സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണോ അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും? ഒട്ടുമല്ല. ഒന്ന്, വളരെ നേരത്തെ തന്നെ യതിയെ എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അധ്യാത്മം എന്നുള്ള തലക്കെട്ടിലാണ് അദ്ദേഹം ലേഖനം എഴുതിയത്. അദ്ദേഹം അധ്യാത്മത്തെ നിർവചിച്ചിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ, ഒരു വാനഗവേഷകൻ ഒരു പുതിയ നക്ഷത്രത്തെ കൂട്ടത്തെ കണ്ടെത്തുന്നു. ഒരു സൂക്ഷ്മദർശിനിയിലൂടെ ഒരു ജീവശാസ്ത്രജ്ഞൻ ഒരു പുതിയ ജീവകണികയെ കണ്ടെത്തുന്നു. ഒരു സംഗീതജ്ഞൻ ഒരു പുതിയ സിംഫണി മീട്ടുന്നു. അല്ലെങ്കിൽ ഒരു കാമുകൻ്റെ വക്ഷസിൽ നിർവൃതി അടയുന്ന ഘട്ടം, അമ്മ മകനെ മുലയൂട്ടുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അനുഭവവേദ്യമാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അദ്ദേഹം അധ്യാത്മമെന്ന് നിർവചിക്കുന്നത്. എന്നെ വല്ലാതെ ആകർഷിച്ച ഒന്നാണ്. ഒരു ഭൗതികപരമായ ഒരു അടിസ്ഥാനമാണ് എനിക്ക് മുഖ്യമായിട്ട് അതിന് തോന്നിയത്, അല്ലാതെ ഒരു ആത്മീയ ഇതൊന്നുമല്ല. അങ്ങനെ യതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എ ടി കോവൂരിനെയും അതുപോലുള്ള യുക്തിവാദികളെയും ഞാൻ ബഹുമാനിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെയും എനിക്ക് അതേപോലെ അതുപോലെ ഞാൻ ആദ്യം എഴുതുന്ന ഇതാവുന്നതിന് പ്രപഞ്ചവും മനുഷ്യൻ എന്നുള്ള പുസ്തകത്തിൽ തന്നെ ഒട്ടേറെ ഭൗതികവാദപരമായ ഇതുകളെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ അതിലുണ്ട്. അന്ന് തന്നെ എന്നോട് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എനിക്ക് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചോദ്യങ്ങളുണ്ടായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉന്നയിക്കുന്നത് അത് പിന്നെ എന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങൾ എന്നുള്ള പുസ്തകം 79 ഞാൻ എഴുതി. ഞാൻ ജയിലിൽ നിന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച കാലഘട്ടത്തിൽ എൻ്റെ തന്നെ ശിഷ്യന്മാരിലൊരാൾ യതിയുടെ അടുത്തൊക്കെ പോകാറുണ്ട്. അയാൾ ഈ പുസ്തകം കൊണ്ട് യതിക്ക് കൊണ്ട് കൊടുത്തു. അത് വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്നോടൊന്ന് കാണണം, അയാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതെ, എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സഖാവിനെയും കൂട്ടിയാണ് അന്ന് അവിടെ പോയിരുന്നത്. നല്ലൊരു സായനം ഒരു ദിവസമാണ് ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. എനിക്കെപ്പോഴും അത് മറക്കാറില്ല ഞാനത്. പക്ഷേ ഞാൻ അന്ന് ഈ വിഷയം തന്നെ വേറൊരു രീതിയിൽ ഞാൻ അന്ന് ചർച്ചയ്ക്ക് എടുക്കുകയുണ്ടായി. ഞങ്ങളിത് അന്ന് രാവിലെ പോരാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. സന്യാസിമാർ, പ്രത്യേകിച്ചും ഇന്ത്യൻ സന്യാസിമാർ ഭൗതികതയെ അതിജീവിക്കുന്നവരെന്നാണല്ലോ പൊതുവിൽ കണക്കാക്കി പോകല്ലേ. അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളെപ്പോലൊക്കെ ഉള്ളൊരു സന്യാസിയുടെ അത്തരത്തിലുള്ളൊരു അതിജീവനത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഭൗതികവാദികളായ ഞങ്ങളുടെ ഒരു അനുഭവം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് എന്നേക്കാൾ കൂടുതൽ മർദ്ദനം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഈ കാലത്ത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ പോലീസ് മർദ്ദനത്തിൻ്റെ കാലത്ത് ശരീരം മുഴുവൻ ഇഞ്ചിഞ്ചായി ചതയ്ക്കപ്പെടുന്നു. ഉരുട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിൽ കൂടിയൊക്കെ ചതയ്ക്ക് പോകും. എന്നിട്ടും ആവർത്തിച്ച് അങ്ങനെ തുടുത്ത ശരീരത്തിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഉരുട്ടുന്നു ആഴ്ചകൾ തോറും. അങ്ങനെ തുടയൊക്കെ ചീഞ്ഞു പോയ സഖാക്കളൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു. അവരുടെ രഹസ്യങ്ങൾ പുറത്തു വയ്ക്കാതെ സംഘടനയോട് സഖാക്കളോടൊക്കെ ഉള്ള അപൂർവം ചിലരെ അതിൽ അതിജീവിച്ചിട്ടുള്ളൂ. എനിക്കത് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ അതിൽ പൂർണ്ണമായും വിജയിച്ചു. കുറേയൊക്കെ ഞാൻ നിന്നുണ്ട്, പക്ഷേ മുഴുവൻ ഞാൻ പരീക്ഷിക്കപ്പെട്ടില്ല. അതുപോലെ പരീക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ നിൽക്കാൻ പറ്റുമോ അത് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ചെയ്തിടത്തോളം തന്നെ നോക്കുമ്പോൾ ഒരു വലിയ ഭൗതികതയെ അതിജീവിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഞാനിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇങ്ങനൊരു സന്യാസിമാർക്ക് ഇത്തരത്തിലൊരു ഭൗതികമായ അതിജീവനം സാധ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ സാധ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഉടനെ പറഞ്ഞു, ചിന്തിക്കാൻ പോലും വയ്യ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്, ഞങ്ങളുടെ ഒക്കെ ഈ വിപ്ലവകാരികളൊക്കെ ആകുന്നവരുടെ ഒരു തരം സന്യാസമുണ്ട് എന്ന് പറയാറുണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ മനോഭാവത്തിൽ. പക്ഷെ എനിക്കത് ഞാനെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണത്. ശരിക്കും ഭൗതികതയും ആത്മീയതയും എന്നൊക്കെ പറയുമ്പോഴേ സാധാരണ ആളുകൾ പറയുന്നതിനേക്കാൾ കവിഞ്ഞ അനുഭവങ്ങളാണ് ഇത്. ആത്മീയതയെ ഞാൻ കാണുന്നത്, എൻ്റെ മുന്നിൽ ഫിലോസഫിക്കലായ ചോദ്യമുണ്ട്. കാരണം ഞാൻ പ്രകൃതിയുടെ അനന്തതയെ അംഗീകരിക്കുന്ന ആളാണ്.
ഭാരതീയ ദർശനങ്ങളിൽ ഉപനിഷത്തുകളിലൊക്കെയുള്ള അനന്തത അന്വേഷണം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. പാശ്ചാത്യ ചിന്തകൾ അത് അത്രയ്ക്കില്ല. അതിനെ അപേക്ഷിച്ച് ഇത് തോന്നിയിട്ടുണ്ട്. അതേസമയം തന്നെ ബാക്കി പല കാര്യങ്ങളും എനിക്ക് പൗരസ്ത്യത്തിനോട് വിയോജിപ്പുണ്ട്. അപ്പോൾ അനന്തതയെക്കുറിച്ച് നേതി എന്നുള്ള ഇതല്ല എന്നുള്ള അന്വേഷണത്തിൻ്റെ ഒരു ഡെപ്ത് പണ്ട് പോലെ വളരെ ചെറുപ്പം പോലെ ഞാൻ അന്വേഷിച്ചിട്ടുള്ളതാണ്. അനന്തത എന്നുള്ള മനുഷ്യ മനസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ ഇൻഫിനിറ്റും ഫൈനൈറ്റും ആയിട്ടുള്ള രണ്ട് ഓപ്പോസിറ്റ്സ്. നമ്മളൊക്കെ ഫൈനൈറ്റ് ബീയിങ്സാണ്, വെറും പരിമിത, അതായത് ആദിമധ്യാന്തങ്ങളുള്ള ജീവികളാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളും അതിൻ്റെ ഇതിലൊതുങ്ങുന്നത് നമുക്കൊരിക്കലും അനന്തത ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അനന്തതയ്ക്കൊരു സ്രഷ്ടാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സ്രഷ്ടാവ് എന്ന് പറയുന്ന ആദിമധ്യാന്തങ്ങളുള്ളതിൻ്റെ തലത്തിൽ മാത്രമേ സ്രഷ്ടാവ് സാധ്യമാവും ശരിക്കും. അപ്പോൾ സ്രഷ്ടാവ് സങ്കല്പം എന്നുള്ളൊരു ഫൈനൈറ്റ് സങ്കല്പമാണ്, ഒരു പരിമിത ബുദ്ധിയുടെ ഒരു സങ്കല്പമാണ്. ഇൻഫിനിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന തലത്തിൽ നിങ്ങൾക്ക് സ്രഷ്ടാവ് ഒരു ഘടകമായി വരുന്നില്ല, സ്രഷ്ടാവ് പ്രശ്ന പരിഹാരം ആവുന്നില്ല. ഇതാണ് എൻ്റെ ഒരു ഫിലോസഫിക്കൽ. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ഇല്ലാന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ എക്സ്പ്ലനേഷൻ ഒരുതരം രക്ഷപ്പെടലാണ്, എസ്കേപ്പിസമാണ്, ഫിലോസഫിക്കലായ മറുപടി അല്ല എന്നാണ്. ഒരു വിശ്വാസം ഉണ്ടാകുന്നതല്ലാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു അവർക്ക് പല പ്രതിസന്ധികളും വരുമ്പോൾ അത്താണി വേണം. അതുകൊണ്ട് തന്നെ ഞാനതിനെ എതിർക്കുന്നില്ല. മറ്റുള്ളവരുടെ വിശ്വാസം അവർക്കത് സഹായകരമാണെങ്കിൽ ആയിക്കോട്ടെ. അവിടെ എനിക്കത് ആവശ്യമില്ല, എനിക്കങ്ങനെ ഒരു അത്താണി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കുന്നു. ശരിയാണെന്ന് വിശ്വസിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അനുവർത്തിച്ച വഴി തെറ്റാണെന്ന് മനസ്സിലാകുന്ന അവസരത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ, തിരുത്താൻ വേണു ഒരു മടിയും കാണിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞ മനോഭാവം തന്നെയാണത്. ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രാന്വേഷണങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൾച്ചറാണത്. എന്ന് പറഞ്ഞാൽ വളരെ ബാഹ്യമായ യാതൊരു പ്രേരണയില്ലാത്ത അന്വേഷണം നടത്തുന്നു, കണ്ടെത്തുന്നത് എന്താണോ അത് പറയുന്നു. അതാണ് ശരിക്കൊരു ശാസ്ത്ര ഗവേഷണത്തിൻ്റെ സ്വഭാവം. ആ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചു. അത് പ്രയോഗിക്കാൻ പാടില്ലെന്ന് തന്നെ പലരും ഉപദേശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷേ ഞാനത് സ്വീകരിച്ചിട്ടില്ല. ഇവിടെയും ഞാൻ കണ്ടത് അങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അസാമാന്യമായ ധീരത തന്നെയാണ് ആവശ്യം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് കാണിച്ചത്. ഇപ്പോൾ ഞാൻ ഈ ഏറ്റവും നിർണായകമായ തീരുമാനത്തിൻ്റെ കാര്യം പറയാം. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ അടിസ്ഥാനപരമായി തള്ളിക്കളയുന്നൊരു തീരുമാനം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 89 കാലഘട്ടത്തിലാണ്, 89-90 കാലഘട്ടത്തിലാണ് അത് ചെയ്തത്. ചൈനീസ് വിദ്യാർത്ഥി കലാപങ്ങളൊക്കെ വന്ന സമയത്താണ്. ആ സമയത്താണ് ഞാൻ നേരത്തെ തന്നെ, ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഒക്കെ തന്നെ മുതലാളിത്ത പുനഃസ്ഥാപനം നടന്നിരിക്കുന്നു എന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മാർക്സിസ്റ്റ് വിശകലനം എനിക്കുണ്ട്. വർഗ്ഗപരമായി തന്നെ അവിടെ പുതിയ പുതിയ വർഗ്ഗങ്ങളുണ്ടായത് എങ്ങനെ ഇതൊക്കെ വിശകലനം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അതിൻ്റെ തകർച്ചയിലൊന്നും എനിക്ക് അല്പം പോലും അത്ഭുതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. EMS ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇത് മനസ്സിലായിരുന്നില്ല എന്ന് പറയുന്ന ആളല്ല ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്ന ആളാണ്. ഞാനത് സോവിയറ്റ് യൂണിയനിലത് പ്രവചിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വിഭാഗം അട്ടിമറി നടത്തുന്നു, ബ്യൂറോക്രാറ്റ് വിഭാഗം അട്ടിമറി നടത്തുന്നു, മറ്റു വിഭാഗം വിജയിക്കുന്നു. ഒരു കൊല്ലം മുമ്പ് അത് സംഭവിക്കുന്ന, ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പഴയ ഞങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരുന്ന വിശദീകരണങ്ങൾ പോരാന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ലെനിൻ്റെ ഒരു ഓൾ പവർ ടു ദ സോവിയറ്റ്സും, എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്നുള്ള സങ്കല്പം മാവോ ഏറ്റെടുത്ത് സാംസ്കാരിക വിപ്ലവത്തിൽ ജനങ്ങളുടെ അധികാരം എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നു. അതിനിയും തുടർന്ന് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സങ്കല്പമുള്ളത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വികസിത രൂപം അവിടെയാണ്. മുതലാളിത്തത്തിൽ ജനാധിപത്യം ഘടനാപരമായി ഉണ്ടെങ്കിലും സമ്പത്തിൻ്റെ കുന്നുകൂടൽ ഒരു വശത്തുള്ളതുകൊണ്ട് അതിൽ ജനാധിപത്യം യഥാർത്ഥമാവുന്നില്ല എന്നുള്ളൊരു വിമർശനം ഇന്നുണ്ട് എനിക്കത്. അതുകൊണ്ടാണ് സാമ്പത്തിക സമീകരണം നടത്തിക്കൊണ്ടുള്ള ജനാധിപത്യം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഇതിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം ഏറ്റവും ഇതാണ്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നു, അത് കേന്ദ്രീകരണത്തിലേക്ക് വേറെ രീതിയിൽ നയിക്കുന്നതെന്നും ജനാധിപത്യം വികസിക്കുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ലെനിലേക്ക് തിരിച്ചു പോകുന്നു. ലെനിൻ്റെ 1914 മുതൽ 24 വരെയുള്ള കൃതികൾ എന്ന് പറഞ്ഞാൽ 10-20 വോള്യൂംസ് ഉണ്ട്, ബിഗ് വോള്യൂംസ് ഉണ്ട്. ഇത് മുഴുവൻ എടുത്തു. ഞങ്ങളുടെ അന്ന് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ് ഞാൻ. 89 കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഞാൻ 6 മാസത്തെ സമയം ആവശ്യപ്പെടുന്നു. എനിക്കിത് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കമ്മിറ്റിയോട് വേണ്ടി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇനി പ്രവർത്തിക്കാൻ നമുക്ക് പറ്റില്ല എന്നാണ് അവരെന്നെ അനുവദിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പൂർണ്ണമായ അന്വേഷണം നടന്നു. അപ്പോഴാണ് ഞാൻ കൃത്യമായി തിരിച്ചറിയുന്നത് ഓൾ പവർ ടു സോവിയറ്റ്സ് എന്നുള്ള ലെനിൻ്റെ മുദ്രാവാക്യം. ലെനിൻ തന്നെ 3 കൊല്ലം കഴിയുമ്പോഴേക്കും അത് മാറ്റി എല്ലാ അധികാരവും പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് അടിസ്ഥാനപരമായ തകരാറ് തന്നെയായിരുന്നു. അങ്ങനെ ഏകപാർട്ടി സ്വച്ഛാധിപത്യം എന്നുള്ളത് സ്റ്റാലിനല്ല ലെനിൻ തന്നെയാണ് കൊണ്ടുവരുന്നതെന്നും യഥാർത്ഥ കൾപ്രിറ്റ് ലെനിനാണെന്നും കണ്ടെത്തുന്നുണ്ട്. എന്നെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ 25 കൊല്ലക്കാലത്തെ ജീവിതത്തിൻ്റെ ബേസായിരുന്നു ഈ ലെനിൻ മാവോ കണക്ഷനും ആ നിലപാടുകളും. അതിപ്പോൾ തകരുന്നു എന്ന് കണ്ടപ്പോൾ ശരിക്കും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലെ ഈ പുസ്തകങ്ങളുടെ ഇടയിൽ നിന്നിട്ട്. എന്നിട്ട് പിന്നെ ലെനിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊരു
ഇത് നടത്തുന്നുണ്ട്. അതായത് എന്തെങ്കിലും പഴുത് കിട്ടുന്നു, ഒരു പഴുതുമില്ല, ന്യായീകരിക്കാൻ ന്യായീകരിക്കാൻ വല്ലതും പറ്റുമെന്ന് നോക്കിയിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിക്കുന്നു, കാരണം അന്ന് ഞങ്ങൾ എടുക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ അന്ന് സംഘടന താരതമ്യേന ലിബറലായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും കമ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബം, മറ്റ് ജോലികൾ, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി എന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഫൈനൽ തീരുമാനങ്ങളിലേക്ക് വരുന്നവർ പലരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കേണ്ടി വരാറുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ രീതി അനുസരിച്ച്. അപ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ടി വരുന്നുണ്ട്. ഞാൻ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ മാവോയൊക്കെ പോയിട്ടും ചൈന മുതലാളിത്തത്തിലേക്ക് പോയിട്ടും കമ്മ്യൂണിസം ഇനിയും സാധ്യമാണെന്നാണ് അതുവരെ വിശ്വസിച്ചിരുന്നത്. അതിനു വേണ്ടിയാണ് പ്രവർത്തകരോട് ഇത് ഇങ്ങനെ ഇറങ്ങാൻ പറയാറുള്ളത്. അതിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അന്ന്, ശരിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതാണ് അടിസ്ഥാനപരമായി പറഞ്ഞത്. അന്ന് ഞാൻ തീരുമാനിച്ചു, അന്ന് രാത്രി ഇനി ഒരാളോട് എനിക്ക് പറയാൻ അവകാശമില്ല.